blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ചൊവ്വാഴ്ചയിലെ എപ്പിസോഡ് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്ന 4 പേർ ഒരുമിച്ച് ചേർന്ന് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ 4 പേർക്ക് വേണ്ടി, ആ വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള ആനി ജോസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭർത്താവ് ജോസ് പി വർഗീസിൻ്റെ ബർത്ത്ഡേ, കർത്താവെ, ഇന്ന് ആ ദിവസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും തന്നെ നിറയ്ക്കണമേ കർത്താവെ. ഒരു നല്ല ജോലി കൊടുത്ത് അങ്ങ് മാനിക്കണമേ. എല്ലാവിധമായ നിരാശകളും കർത്താവെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ് കൊടുക്കണമേ, മാനസികാരോഗ്യം കൊടുക്കണമേ. നല്ല ഒരു ഭവനം ബാംഗ്ലൂരിൽ ലഭിക്കാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ സ്പോൺസർ കുവൈറ്റിൽ നിന്നുള്ള സൂസൻ മാത്യുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകന് ഒരു നല്ല ജോലി ലഭിക്കാൻ, നല്ല ഒരു വിദ്യാഭ്യാസം ഉണ്ടാകുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ. അവരുടെ എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ മൂന്നാമത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലുവയിൽ നിന്നുള്ള രജിത നാരായണനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രജിതയുടെ വിവാഹം വളരെ വേഗത്തിൽ നടക്കാൻ കർത്താവ് കൃപ ചെയ്യണമേ. അവരുടെ കുടുംബത്തിൽ മുഴുവൻ എല്ലാവർക്കും കർത്താവെ ആയുസ്സുണ്ടായിരിക്കട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാമുവൽ ആൻഡ് ഫാമിലി ഫ്രം മാവേലിക്കര, കർത്താവെ ആ കുടുംബത്തെ കൂടെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. സാമുവൽ ബ്രദറിന് ആരോഗ്യമുണ്ടാകട്ടെ, രോഗങ്ങളിൽ നിന്ന് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൻ്റെ ശുശ്രൂഷകളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കൾ ബിന്ദു ബാബുവിന് വേണ്ടി, അനു സാമുവലിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഈ 4 സ്പോൺസേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഈ 4 സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേ പേരിൽ അറിയിക്കുന്ന കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന് ഇന്ന് സ്നേഹമുണ്ട്. ഒരുപക്ഷെ ഒത്തിരി തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാകാം, പക്ഷേ അത് ദൈവം നോക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും അതിഭയങ്കരമായ കൃപ, സ്നേഹം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പലപ്പോഴും മനസ്സിലാക്കുവാൻ നമുക്ക് ആത്മാവിൻ്റെ കണ്ണുകൾ പ്രവർത്തിക്കുന്നില്ല, കാണുവാൻ കഴിയുന്നില്ല. പലരും ആത്മീയമായ അന്ധതയിലാണ്. ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപം, സ്വഭാവം പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയട്ടെ, നിങ്ങളോട് ദൈവത്തിന് ഒത്തിരി സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, കൃപയുണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് നിങ്ങളോട് അധികം കൃപയുണ്ട്. ബട്ട് ഹി ഗിവ്സ് us more grace. അവൻ നമുക്ക് അധികം കൃപ നൽകുന്നു. കാരണം അവൻ്റെ കുഞ്ഞുങ്ങളായി, മക്കളായി നാം ഇന്ന് മാറിയിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് വായിക്കാം. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. ദൈവം അഹങ്കാരമുള്ളവരോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. എന്നാൽ ദൈവം താഴ്മയുള്ള എല്ലാവർക്കും എന്താ നൽകുന്നത്? കൃപ നൽകുന്നു. എന്ന് വെച്ചാൽ നിഗളികളോട് എതിർത്ത് അവൻ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വരുമ്പോൾ
താഴ്മയുള്ള എല്ലാവർക്കും അവൻ കൃപ നൽകുന്നു. 7-ാമത്തെ വചനം, ആകയാൽ ഇനി ശ്രദ്ധിക്കുക, ആകയാൽ നിങ്ങളെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തുവിൻ. നിങ്ങളെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തുവിൻ. സബ്മിറ്റ് yourselves to God. ദൈവത്തിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തുവിൻ. സാധാരണ നമ്മൾ പറയാറുണ്ട്, സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം, ഇതൊക്കെ പറയാറുണ്ട്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തുവിൻ, വിധേയപ്പെടുത്തുവിൻ എന്ന് വെച്ചാൽ, ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എല്ലാവരും, ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ നിറവേറുന്നത് പോലെ തന്നെ ഭൂമിയിലും ആകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് സ്വർഗത്തിൽ നടക്കുന്നത്. വേറെ ആരുടെയും ഇഷ്ടം സ്വർഗത്തിൽ അനുവദനീയമല്ല. എന്നാൽ ഭൂമിയിലോ എത്രയോ പേരുടെ എല്ലാ ഇഷ്ടങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിൽ അങ്ങയുടെ ഇഷ്ടം, തിരുവേഷ്ടം നടക്കുന്നത് പോലെ തന്നെ ഭൂമിയിലും നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം ഉടൻ തന്നെ ഭൂമിയിൽ മുഴുവൻ സ്വർഗത്തെ പോലെ ആയിത്തീരുമോ? നോ. പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ തുടങ്ങും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? നിങ്ങളാണത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ തുടങ്ങും. സ്വർഗത്തിൽ ദൈവ ഇഷ്ടം നടക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ആരംഭിക്കും, നടക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളെ തന്നെ ദൈവത്തിന് വിധേയപ്പെടുത്തുവിൻ. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടക്കേണ്ടതിന് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവിൻ. അടുത്തതായി പറയുന്നത് ഇങ്ങനെയാണ്, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. അടുത്തത് പറയുന്നത് പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. ദൈവം നമുക്ക് സാത്താൻ്റെ മേൽ അധികാരം തന്നിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-20 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് വെച്ചാൽ സാത്താൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും യേശു കർത്താവ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും സാത്താനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ്, ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണം നമ്മുടെ മേലുള്ളതുകൊണ്ട് ഒരിക്കലും ഒരു ദോഷം അതിനാൽ നമ്മുടെ മേൽ വരികയില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് സാത്താനോട് എതിർത്ത് നിൽക്കുവിൻ. സാത്താനെ നേരിട്ടൊന്നും ആരും കണ്ടിട്ടില്ല, എന്നാൽ ഇൻവിസിബിളായി ഒരു അദൃശ്യ ആത്മാവായി പൈശാചിക ശക്തിയിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളോട് നിങ്ങൾ എതിർത്ത് നിൽക്കുവിൻ. സാത്താൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജീവിതത്തിലോ കുടുംബത്തിലോ സ്ഥാനം നൽകരുത്, ഒരു ഇടം നൽകരുത്. ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ എത്ര പേർ രാത്രി കിടക്കുന്നതിന് മുൻപ് ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റും വീടും എല്ലാം അടച്ചു പൂട്ടാറുണ്ട്? അവരൊന്ന് കൈ ഉയർത്തി കാണിക്കാമോ? വാതിൽ അടച്ച ശേഷം കിടന്നുറങ്ങുന്നവർ. എന്തിനാണ് രാത്രിയാകുമ്പോൾ വാതിലടയ്ക്കുന്നത്? നമുക്കറിയാം, കള്ളന്മാരുടെ ശല്യമുണ്ട്, ദുഷ്ടജന്തുക്കൾ വല്ലതും കയറി വരാം, പട്ടികൾ കയറി വരാം, പലതും സംഭവിക്കാം, നാം ഉറങ്ങിക്കിടക്കുമ്പോൾ പലതും ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ തുറന്നു കിടന്നാൽ എന്ത് സംഭവിക്കാം? സാത്താൻ്റെ ശക്തികൾ വന്ന് ചില ഉപദ്രവങ്ങൾ ചെയ്യാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സാത്താന് ഇടം ലഭിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഭദ്രമായി വാതിലുകൾ അടച്ച് പൂട്ടിയിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സാത്താനെ ആകർഷിക്കുന്ന രീതിയിലുള്ള പാപപ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകരുത്. പല ഭവനങ്ങളിലും സാത്താൻ കയറി താണ്ഡവ നൃത്തം ആടുവാൻ കാരണം ആ വീട്ടിൽ സാത്താൻ പ്രവർത്തിക്കത്തക്ക രീതിയിൽ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. മദ്യപാനം മൂലം പല വീടുകളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മരണം നടക്കുന്നുണ്ട്, അടിപിടികൾ നടക്കുന്നുണ്ട്, സാമ്പത്തികം തകർന്നു പോകാറുണ്ട്. ഇതിന് കാരണം എന്താണ്? സാത്താന് ആ വീട്ടിൽ ഇടം കിട്ടിയത് കൊണ്ടാണ്. അതിനെന്താ ചെയ്യേണ്ടത്?
അങ്ങനെയുള്ള വാതിലുകൾ, മദ്യപാനത്തിൻ്റെ വാതിൽ അത് അടച്ചു കളയണം. എനിക്കിനി മദ്യം വേണ്ട, പാപപ്രവൃത്തികൾ വേണ്ട, ലഹരി മരുന്ന് വേണ്ട. ഇങ്ങനെ സാത്താൻ പ്രവേശിക്കാവുന്ന എല്ലാ ഡോറുകളും അടച്ചിടണം. സാത്താനോട് അങ്ങനെ നമ്മൾ എതിർത്ത് നിൽക്കണം. സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ വീണു പോകാതെ നിൽക്കുവിൻ. ആ വചനത്തിൽ ആദ്യം നമ്മൾ വായിച്ചത് ദൈവത്തിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തുവിൻ. രണ്ടാമത് വായിച്ചത് സാത്താനോട് എതിർത്ത് നിൽക്കുവിൻ. അതിനുശേഷം പറയുന്നത് എന്നാൽ ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, അവിടുന്ന് നിങ്ങളോട് അടുത്തു വരും. അതിനുശേഷം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, റെസിസ്റ്റ് ദ ഡെവിൾ, സാത്താനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലോ വീട്ടിലോ പ്രവേശനമില്ലാത്ത രീതിയിൽ എന്നും എന്നേക്കുമായി സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. സാത്താൻ ഇല്ലാത്ത ഒരു വീടായി, യേശു മാത്രം ഉള്ള ഒരു വീടായി ഭവനം മാറണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെത്താൻ താഴ്ത്തണം, ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്തണം, സാത്താനോട് എതിർത്ത് നിൽക്കണം. അവൻ എന്നും എന്നേക്കും നമ്മെ വിട്ട് ഓടിപ്പോകും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ വീട്ടിൽ സാത്താൻ ഇടമില്ലാതെ യേശു മാത്രം ജീവിക്കുന്ന ഒരിടമായി എൻ്റെ ഭവനം മാറണം? അങ്ങനെ ആഗ്രഹമുള്ളവർ കൈ ഉയർത്തി കാണിക്കാമോ? ദൈവത്തെ കാണിക്കുക, കർത്താവേ എൻ്റെ വീട്ടിൽ അങ്ങനെ മതി, അങ്ങയുടെ ഭരണം എൻ്റെ വീട്ടിലുണ്ടായാൽ മതി. സാത്താൻ പോകുമ്പോൾ അതോടൊപ്പം അവൻ്റെ ചരക്കുകളെല്ലാം എടുത്തുകൊണ്ട് പോകും. ഹല്ലേലൂയ. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ കം നിയർ ടു ഗോഡ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, ആൻഡ് ഹി വിൽ കം നിയർ ടു യു, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. അടുത്തൊരു പടിയാണത്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. എല്ലാവരും ചേർന്ന് പറയാമോ? ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. ഒരിക്കൽ കൂടെ, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. എങ്ങനെയാണ് ദൈവത്തോട് നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പാപങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. കാരണം പാപത്തോട് ദൈവത്തിന് അടുക്കുവാൻ സാധ്യമല്ല. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അതിനുശേഷം യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ തന്നെ കഴുകുക. കഴിയുമ്പോൾ നമുക്ക് ശുദ്ധീകരണം കിട്ടി. വിശ്വാസത്താൽ പറയുക, യേശുവേ എന്നെ തന്നെ യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകുന്നു. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, കൂടുതൽ കൂടുതൽ കൂട്ടായ്മയിലൂടെ ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ ദൈവം നമ്മോട്, ബൈബിൾ പറയുന്നു, അടുത്തു വരും. ദൈവം നമ്മോട് അടുത്തു വരും. തുടർന്ന് വായിക്കാം, വാഷ് യുവർ ഹാൻഡ്സ് യു സിന്നേഴ്സ് ആൻഡ് പ്യൂരിഫൈ യുവർ ഹാർട്ട്സ് യു ഡബിൾ മൈൻഡഡ്. പാപികളെ കൈകൾ വെടിപ്പാക്കുവിൻ, ഓക്കെ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുവിൻ, വ്യാകുലപ്പെട്ട് കരയുവിൻ, വിലപിക്കുവിൻ, നിങ്ങളുടെ ചിരി കരച്ചിലായും സന്തോഷം വിഷാദമായും മാറട്ടെ. എന്ന് വെച്ചാൽ അത് കാണിക്കുന്നത് മാനസാന്തരത്തിൽ നമ്മൾ ദൈവത്തിൽ നമ്മളെ തന്നെ താഴ്ത്തുന്ന, കരഞ്ഞ് അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നതിനെയാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ 10-ാം വചനത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു, ഹംബിൾ യുവർ സെൽവ്സ് ബിഫോർ ദ ലോർഡ് ആൻഡ് ഹി വിൽ ലിഫ്റ്റ് യു അപ്പ്. അങ്ങനെ തന്നെത്താൻ താഴ്ത്തി കഴിയുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാമോ? താങ്ക് യു ജീസസ്. 2 കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ കൂടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ, വായ് തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, ആ കൈകൾ ഉയർത്തിയിരിക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുവാൻ തുടങ്ങുക. കർത്താവേ, എൻ്റെ പാപങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ ഏറ്റുപറഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ എന്നെ താഴ്ത്തുന്നു. താങ്ക് യു ലോർഡ്. അങ്ങയുടെ സന്നിധിയിൽ വന്ന് പുകഴ്ത്തുവാൻ എനിക്കൊന്നുമില്ല, അങ്ങയുടെ കൃപയാലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ താഴ്മയുള്ള ഹൃദയം. ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് പോകുമ്പോൾ ഇന്ന് ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ഹൃദയം വളരെ താഴ്മയുള്ള ഒരു ഹൃദയമായി ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. അതിൻ്റെ അർത്ഥം ഈ വർഷം 2014 തന്നെത്താൻ താഴ്ത്തുന്നത് കൊണ്ട് ഒത്തിരി ഉയർച്ചകൾ ദൈവം നമുക്ക് നൽകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് യേശുവിന് അത് കണ്ടുകൊണ്ട് നന്ദി പറയാൻ തുടങ്ങുക. ഇനി പ്രാർത്ഥിക്കുകയല്ല, ഈ വർഷം ദൈവമേ നീ അങ്ങ് എനിക്ക് തരാൻ പോകുന്ന ഉയർച്ചകൾക്കായി നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങുക.
ആൻറ്റിയുടെ പേര് ചിന്നമ്മ എന്നാണ്. ആൻറ്റിക്ക് യേശു കർത്താവ് കൊടുത്തൊരു സാക്ഷ്യവുമായിട്ടാണ് നിൽക്കുന്നത്. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: 2008 താൻ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാല് വഴുതി ഒന്ന് വീണു. ആ വീണതിൻ്റെ ഫലമായിട്ട് നടുവിന് സാരമായ കേടുപറ്റി. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഡിസ്കുകൾ തമ്മിൽ അകന്നുപോയി എന്നാണ്. അന്നു മുതൽ തനിക്ക് നടുവിന് ശക്തമായ വേദനയുണ്ടായിരുന്നു. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് ഭാരമെടുത്തുള്ള ഒരു ജോലിയും ചെയ്യരുത്, ഭാരപ്പെട്ട് കുനിഞ്ഞു പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് കാലുവേദനയുണ്ടായിരുന്നു, നടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു. 4 വർഷത്തോളം താൻ അതുമായി നടന്നു. TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു ആൻറ്റിയാണ്. 2 വർഷം മുമ്പ് ആണ് തനിക്ക് രോഗസൗഖ്യം ലഭിച്ചത്. ആൻറ്റി പറഞ്ഞത് ഇതാണ്: 2 വർഷം മുമ്പ് താൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിയൻ ഇപ്രകാരം പറഞ്ഞു: നടുവുവേദനയുള്ള വ്യക്തികളെല്ലാം ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. താൻ അപ്പോൾ വിശ്വാസത്തോടുകൂടെ തൻ്റെ നടുവിൻ്റെ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ആൻറ്റി പറഞ്ഞത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അതിനുശേഷം തനിക്ക് ആ വേദന അവിടെ അനുഭവപ്പെട്ടില്ല. ആൻറ്റി പോയി ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കി, ഒന്ന് കുനിഞ്ഞു നോക്കി, ഭാരപ്പെട്ട ജോലിയൊക്കെ എടുത്തു നോക്കി. 2-3 ദിവസം കഴിഞ്ഞിട്ടും ഒരു കുഴപ്പവുമില്ല. 2 വർഷം കഴിഞ്ഞു, ഇതുവരെയും ആ വേദന വന്നിട്ടില്ല. താൻ ഇപ്പോൾ വീട്ടിലുള്ള ഭാരപ്പെട്ട ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. ആൻറ്റി പറഞ്ഞത് കഴിഞ്ഞ തവണ ഇതുപോലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലൂടെ വന്നപ്പോൾ തനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് അല്പം നീണ്ടുപോയത്. ഇന്നാണ് അവസരം ലഭിച്ചത്. യേശുവിന് നന്ദി പറയാൻ വേണ്ടിയാണ് താൻ വന്നതെന്ന്. കർത്താവിനോട് നല്ല കൈയിടി കൊടുക്കാമോ? ഈ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞ നടുവിൻ്റെ കണ്ണികൾ അകന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നടുവിന് എല്ലിന് തേമാനാണെന്നാണ് പറഞ്ഞത്. ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പിന്നെ 5 കിലോ വെയിറ്റ് പോലും ഇങ്ങനെ എന്നോട് കൈകൊണ്ട് എടുത്ത് പൊക്കാൻ പറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ 2 വർഷങ്ങൾക്ക് മുമ്പ് ബ്രദർ പറയുന്ന സമയത്ത് ഒരു തണുപ്പ് പോലെ ശരീരത്തിൽ അനുഭവിച്ചു. മൊത്തം ഒരു തണുപ്പ് പോലെ. ഞങ്ങൾക്ക് ബെഡേലിരുന്ന് ഇങ്ങനെ TV കണ്ട് പ്രാർത്ഥിച്ചോണ്ട് എന്നും കാണുന്ന ആളാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും 5 ദിവസം ഉണ്ടല്ലോ കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അത് കണ്ടിട്ട്. ഓക്കെ, ഭാരപ്പെട്ട പണി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ കിളക്കിയ പുല്ല് കെട്ടെടുത്ത് കിളക്കിലൊക്കെ പരിപാടിയൊക്കെ ചെയ്യും. കർത്താവ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അന്ന് തുടങ്ങി ആ സഹോദരി പറഞ്ഞ ആ നിമിഷം തുടങ്ങി കർത്താവിൻ്റെ സൗഖ്യം തന്നെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങി. കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്ന ഇതുപോലെയാ. കൈകൾ അടിച്ച് കർത്താവിനോട് നന്ദി പറയാമോ? കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഇവരുടെ ശരീരത്തിൽ നിന്നും ആ സകല വേദനകളും മാറിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ നട്ടലിൻ്റെ മേലൊരു സൗഖ്യം ഈ നിമിഷം വരട്ടെ കർത്താവേ. എന്ത് പ്രശ്നങ്ങൾ കൊണ്ടാണോ, നട്ടലിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞരമ്പിൻ്റെ പ്രശ്നമാകാം, ഡിസ്കിൻ്റെ തേയ്മാനമാകാം, എന്ത് പ്രശ്നം കൊണ്ടാണെങ്കിലും യേശു ഈ നിമിഷം അങ്ങയുടെ കൈകൾ വെച്ച് ഇവരെ സൗഖ്യമാക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആ വേദന തിരികെ വരാതെ വണ്ണം യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുകയാണ് കർത്താവേ. കർത്താവ് പറയും, ചില സഹോദരന്മാർ നിങ്ങൾക്ക് നട്ടലിന് പറ്റിയ സാരമായ തകരാറുകൾ കൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോലും പോകുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ നിമിഷം കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ഒരു അത്ഭുതം നിങ്ങളുടെ ശരീരത്തിലേക്ക് നിമിഷം പ്രവേശിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇവരെല്ലാവരും സൗഖ്യമായി എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി. അതുപോലെ ഞങ്ങൾ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒത്തിരി അത്ഭുതങ്ങൾ അനേകരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാൻ തന്നെ കർത്താവ് ഉപയോഗിക്കണമേ. ഞങ്ങൾ കർത്താവെ സൗഖ്യം നിലനിൽക്കുന്നതിനായി നന്ദി പറയുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്രദർ, ഈ മകളുടെ പേര് ജാനിഷ എന്നാണ്. മാനന്തവാടിയിൽ നിന്നാണ് കുഞ്ഞു വരുന്നത്. ഈ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ തൊണ്ടയിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു. കാരണം അത് വരുവാൻ കാരണം തനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ടായിരുന്നു. കൃഷി വകുപ്പിലാണ് താൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പൊടിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മാത്രമല്ല, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് തൻ്റെ തൊണ്ടയിൽ പ്രശ്നങ്ങൾ വരുമായിരുന്നു. തൊണ്ടയിൽ വേദന മാത്രമല്ല, പഴുപ്പും അതോടൊപ്പം തന്നെ ചോരയും വരുമായിരുന്നു. അങ്ങനെ 2 വർഷത്തോളം താൻ ഈ രോഗത്താൽ ബുദ്ധിമുട്ടിയിരുന്നു. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുമായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ കാണുന്നത് കൊണ്ട് അതിലെ എറണാകുളത്തുള്ള ഇടപ്പള്ളിയിലെ പ്രാർത്ഥനാ സ്ഥലത്തെ നമ്പർ ലഭിച്ചു. അങ്ങനെ അവിടെ ഈ മകൾ വിളിക്കുകയും അവിടെ ഒരു സിസ്റ്ററാണ് ഫോൺ എടുത്തത്. ആ വിളിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ഈ മകൾ നമ്മുടെ എറണാകുളത്തുള്ള പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വിളിച്ചത്. അന്നെടുത്ത് പ്രാർത്ഥിച്ച ആ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, മോൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു.
അങ്ങനെ ആ കുഞ്ഞ് വിശ്വസിച്ചു. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പതുക്കെ കുറയാൻ തുടങ്ങി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും മാറിയത് ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, തൊണ്ടയിൽ അലർജിയുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകൾ അത് പൂർണ്ണമായും ഏറ്റെടുത്തു. അതിനുശേഷം ദൈവം ചെയ്ത കാര്യമെന്ന് പറയുന്നത് തുടർച്ചയായി വരുന്ന ആ പഴുപ്പ്, ചോര, ഒലിപ്പ് എല്ലാം പൂർണ്ണമായും മാറ്റി. പക്ഷേ ഈ അസുഖം മുഖാന്തരം, സാറിന് ഇത്രയും ചെറിയ പ്രായത്തിലുള്ളൊരു കുഞ്ഞാണ്. ഈ കുഞ്ഞ് പറയുന്നത് തനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു, മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലെന്ന്, തൊണ്ടയിൽ നിന്നും ഉമിനീര് പോലും ശരിയായ രീതിയിൽ ഇറക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ സ്വർഗത്തിലെ യേശു കർത്താവ് 2 വർഷമായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന തൊണ്ടവേദനയിൽ നിന്നും പൂർണ്ണമായും സൗഖ്യമാക്കി ഇന്ന് ഈ സുൽത്താൻ ബത്തേരിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ നിർത്തി ഒരു സാക്ഷിയാക്കി ദൈവം നിർത്തിയിരിക്കുന്നത്. നല്ലൊരു കൈയടി കർത്താവിന് നൽകാമോ? കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ മകളെ അനുഗ്രഹിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഇനിയും കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യണമേ. കർത്താവിന് വലിയ അത്ഭുതങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമല്ലോ. ഇനിയും കർത്താവിൻ്റെ അത്ഭുത സാക്ഷിയാക്കി തന്നെ തീർക്കണമേ. തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇനിയും കർത്താവെ നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പറയാമോ? ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടേതായ അനുഗ്രഹങ്ങൾ ഓരോന്നും ഈ ഓരോ വ്യക്തികളുടെ മേലും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീയാണ് ഇവരെ തിരഞ്ഞെടുത്തത്, നീയാണ് ഇവരെ കർത്താവിൻ്റെ വഴികളിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ വല്ലാത്ത നിരാശയിൽ ജീവിക്കണമോ വേണ്ടയോ എന്നുള്ള വല്ലാത്ത നിരാശ, ചില പ്രശ്നങ്ങൾ നിമിത്തം വല്ലാത്ത നിരാശയിലായിരിക്കുന്ന ചിലരെ കർത്താവിനെ കാണിക്കുകയാണ്. ഇപ്പോൾ ആ നിരാശകൾ മുഴുവൻ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും ഈ ലോകത്തിൽ ആർക്കും തരാൻ സാധിക്കാത്ത ഒരു വലിയ സമാധാനം കർത്താവ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുകയാണ്. കർത്താവെ, ആ വലിയ സമാധാനത്താൽ ഇപ്പോൾ തന്നെ അവരെ നിറയ്ക്കണമേ. സാമ്പത്തിക പ്രശ്നത്തിൽ നിരാശ അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവെ അങ്ങ് അവരെ തൊടണമേ, അവരെ ആശ്വസിപ്പിക്കണമേ. യേശുവെ, ഒരു വലിയ വിടുതൽ അവർ വിചാരിക്കുന്ന സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീടിൻ്റെ പണി സാധിക്കാതെ വീട്ടിനകത്തേക്കൊന്ന് താമസം മാറ്റുവാൻ കഴിയാത്ത വിധത്തിൽ വിഷമിക്കുന്ന ചില ആളുകളുണ്ട്. കർത്താവ് അവർക്കും വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്തരമുള്ള വ്യക്തികൾക്ക് ഒരു വലിയ വിടുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് പോകാൻ സാധിക്കാത്ത വിധത്തിൽ ശാരീരികമായി വേദന അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഡിസ്കിൻ്റെ തകരാറുകൾ കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റുകയാണ്. എല്ലാ എല്ല് തേയ്മാനങ്ങളും കർത്താവ് ഇപ്പോൾ ഇതാ സൗഖ്യമാക്കുകയാണ്. മൂക്കിൽ നിന്ന് എല്ലായ്പ്പോഴും ഇങ്ങനെ വെള്ളം വരുന്നത് പോലെ, കഫം വരുന്നത് പോലെ എല്ലായ്പ്പോഴും അങ്ങനെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ. വല്ലാത്ത നിർത്താതെയുള്ള ചുമ യേശുവിൻ്റെ നാമത്തിൽ അത് കർത്താവ് സൗഖ്യമാക്കുകയാണ്. ചില ആന്തരിക അവയവങ്ങളിലെ പ്രശ്നങ്ങൾ, കരൾ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകുകയാണ്. അതുപോലെ ഗർഭപാത്ര സംബന്ധമായ ചില അസുഖങ്ങൾ ഇപ്പോൾ ഇത് സൗഖ്യമാകുന്നു. ഗർഭപാത്രത്തിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോയിരിക്കുന്നു. കർത്താവെ, അങ്ങനെ ഓരോ വ്യക്തിയെയും അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ കരം നീട്ടിയതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. യേശു കർത്താവ് നിങ്ങളെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് പകർന്നിട്ടുണ്ട്. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് വെള്ളിയാഴ്ച എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ്. ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ശനിയാഴ്ച കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലാണ് നടക്കുന്നത്. അവിടേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിലെ കൊയർ ആലപിച്ച ഗാനങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ഗാനങ്ങൾ ഒരു MP3 ഫോമാറ്റിൽ സെലിബ്രേറ്റ് ജീസസ് എന്ന പേരിൽ ഇവിടെ നിറക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഇതിന് 55 ഗാനങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ആവശ്യപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ള മറ്റൊരു മനോഹരമായ ബ്രദർ ഡാമിയൻ്റെ ആദ്യത്തെ സന്ദേശങ്ങൾ ആശിഷന്മാരി എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. ഈ പുസ്തകം വാങ്ങിക്കാൻ മലയാളം അറിയാവുന്ന ആരും ഇത് വാങ്ങിക്കാൻ
മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ഓഫീസിൽ ഒരു 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 ആൺകുഞ്ഞ് വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ആൻറ്റി, ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ, ഞാനിത് അത്ര കാര്യമായിട്ടൊന്നും കണ്ടിട്ടല്ല ഈ പുസ്തകം എടുത്തത്, പക്ഷേ ഈ ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞപ്പോൾ ഓരോ അധ്യായങ്ങളിലൂടെയും ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നു. ഇത്രയും മനോഹരമായ സന്ദേശം, ഇത്ര മനോഹരമായൊരു കഥാരൂപത്തിൽ ചെയ്തത് എത്ര മനോഹരമായിരിക്കുന്നു എന്നൊക്കെ ആ ആൺകുട്ടി വന്നിട്ട് പറയാൻ ഇടയായിത്തീർന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും, ഈ ഒരു പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കും. യേശുവിനോട് ചേർന്ന് മുന്നോട്ട് പോകാൻ ഒത്തിരി കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഈ പുസ്തകം കൈപിടിച്ച് നടത്തും. കർത്താവ് നിങ്ങളെ ധാരാളമായി അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കാണാം. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: എവിടെ വെച്ചാണ് ശൗലും പുത്രന്മാരും കൊല്ലപ്പെട്ടത്? വേർ ശൗൽ ആൻഡ് ഹിസ് സൺസ് കിൽഡ്? ഓപ്ഷൻസ്: എ ഏല താഴ്വര, ബി കർമേൽ, സി ഗത്ത്, ഡി ഗിൽബോവ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.